ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ചിൽഡ്രൻ ഓഫ് ഹെവൻ്റെ സ്ക്രീൻ പ്ലേ ആയ മൈ സിസ്റ്റർ ഷൂസിൻ്റെ ഒരു 4 സീനുകളായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇനി ഈ ഒരു ലെസനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് അടുത്ത് പഠിക്കാനുള്ളത് നോട്ടീസാണ് അല്ലേ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് തരികയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് 5 മാർക്ക് കിട്ടേണ്ടതാണ്. 5 മാർക്കും ഷുവറായിട്ട് നിങ്ങൾക്ക് എല്ലാവരും മേടിക്കണം. ഓക്കെ, അപ്പോൾ നോട്ടീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് വരിക. അപ്പോൾ അതിൽ ഹെഡിങ് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ നോട്ടീസ് എന്ന് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ക്ലബിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ക്ലബ്ബ്, ഓക്കെ, അത് അതിൻ്റെ തൊട്ട് താഴെ നോട്ടീസിന് എഴുതിയതിൻ്റെ തൊട്ട് താഴെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് എഴുതുക. അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതിൻ്റെ തൊട്ട് താഴെ സ്കൂളിൻ്റെ പേരും പ്ലേസും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ സ്പേസ് വിട്ടിട്ട് ഇവൻറ്റിൻ്റെ പേര് എഴുതുക. എന്താണോ ഇവൻറ്റ്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇവൻറ്റിൻ്റെ പേര് അതവിടെ എഴുതുക. അതിനുശേഷം സല്യൂട്ടേഷൻ മാർജിനോട് ചേർന്ന് ഒക്കെ എഴുതുക. ഓക്കെ, ഡിയർ ഫ്രണ്ട്സ് എന്നുള്ളത്. ഇനി ബോഡി ഓഫ് ദ നോട്ടീസാണ്. ബോഡി ഓഫ് ദ നോട്ടീസിൽ നമ്മൾ മാറ്റർ എന്താണ് നമ്മൾ നടത്താൻ പോകുന്നത്, അതിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങളാണ്. ഫുൾ ഡേറ്റ്, ഡേ മിസ് ചെയ്യരുത്. പ്ലേസ്, എവിടെയാണ് നടക്കുന്നത്, ടൈം, എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നടക്കുന്നത്, ആരാണ് പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബോഡി ഓഫ് ദ നോട്ടീസിൽ വരണം. ഓക്കെ, അതാണ് നമ്മുടെ മാറ്റർ. മെയിനായിട്ടും നോട്ടീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് അതാണ്. ഇത്രയും കാര്യങ്ങൾ അതിൽ മിസ്സായി പോകരുത്. അതിനുശേഷം ഒരു സ്പേസ് വിട്ട് മാർജിനോട് ചേർന്ന് നമ്മൾ ഓൾ ആർ വെൽക്കം. ഓക്കെ, ഇതിന് തൊട്ട് താഴെയായിട്ട് സിഗ്നേച്ചർ, അതിന് തൊട്ട് താഴെയായിട്ട് ഇതൊക്കെ മാർജിനോട് ചേർന്നാണ് നെയിം എഴുതുക. ഡെസിഗ്നേഷൻ അവരുടെ ആ ഒരു പദവി എന്താണ്. അപ്പം യു ആർ ദ സെക്രട്ടറി ഓഫ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അങ്ങനെ വരുന്ന സമയത്ത് പേരെഴുതിയിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ പ്ലേസിൻ്റെ പേര് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് എഴുതുക. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനൊരു മോഡലും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ ബെറ്റർ ഐഡിയ. അപ്പോൾ നോട്ടീസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് കണ്ട് നമുക്ക് 5 മാർക്കാണ്. നമുക്ക് ഷുവറായിട്ട് എക്സാമിന് മാർക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നോട്ടീസ്. അപ്പോൾ അതുകൊണ്ട് 1 മാർക്ക് പോലും നിങ്ങൾ ഇതിൽ മിസ് ചെയ്യാൻ പാടില്ല. ഫുൾ മാർക്ക് നിങ്ങൾ ഇതിൽ മേടിച്ചോണം. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇമാജിൻ യു ആർ ദ സെക്രട്ടറി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ. ദ ക്ലബ്ബ് ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ 1-day ഫിലിം ഫെസ്റ്റിവൽ. Draft a notice to be put on the notice board. Okay, you are the സെക്രട്ടറി ഓഫ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു, ഫിലിം ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു നോട്ടീസ് എഴുതുക. അപ്പോൾ നോട്ടീസ് നമ്മൾ എപ്പോഴും ഒരു ബോക്സിലാണ് എഴുതുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ ബോക്സിലായിട്ട് എഴുതുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നോട്ടീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഹെഡിങ് കൊടുത്തു. അതിന് തൊട്ട് താഴെയായിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് എഴുതി. അതിന് തൊട്ട് താഴെയായിട്ട് സ്കൂളിൻ്റെ പേര് നമ്മൾ കൊടുത്തു, ഗവൺമെൻറ് HSS പെരിക്കല്ലൂർ വയനാട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്തെഴുതി, ഇവൻറ്റിൻ്റെ പേര് എഴുതി, ഫിലിം ഫെസ്റ്റിവൽ. ഇനി അതിൻ്റെ തൊട്ട് താഴെ മാർജിനോട് ചേർന്ന് ഡിയർ ഫ്രണ്ട്സ്. ഇനി നമ്മൾ ബോഡിയാണ്. ഓക്കെ, എന്താണ് വരുന്നത്, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ഓൺ മൺഡേ 24th August 2020 ഫ്രം 10 AM to 5 PM ഇൻ സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ എന്താണ് നമ്മൾ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഡേറ്റും ഡേയും പ്രോപ്പറായിട്ട് പറഞ്ഞു. സമയം എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്ന് പറഞ്ഞു. എവിടെയാണ് നടക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഏതൊക്കെ ഫിലിംസ് ആണ് വരുന്നത്. ദ ഫിലിംസ് ചിൽഡ്രൻ ഓഫ് ഹെവൻ, ബേർഡ്സ്, ദ കിഡ് ആൻഡ് പതേർ പഞ്ചാലി വിൽ ബി സ്ക്രീൻഡ്. അപ്പോൾ ഈ 4 ഫിലിംസുകളാണ് സ്ക്രീൻ ചെയ്യാൻ പോകുന്നത്. ഇനി ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, ദ ഓസ്കർ വിന്നർ ശ്രീ റസൂൽ പൂക്കുട്ടി വിൽ ഇനാഗുറേറ്റ് ദ ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്കൊരു നോട്ടീസിൽ വേണ്ടത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് മാർജിനോട് ചേർന്ന് നമ്മൾ എന്ത് എഴുതി, ഓൾ ആർ വെൽക്കം. അതിന് തൊട്ട് താഴെ സിഗ്നേച്ചർ. അതിന് തൊട്ട് താഴെ സെക്രട്ടറിയുടെ പേരും ഡെസിഗ്നേഷനും, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. പിന്നെ തൊട്ട് താഴെ പ്ലേസ് പെരിക്കല്ലൂർ. അതിന് തൊട്ട് താഴെ ഡേറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു നോട്ടീസ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ഒരിക്കലും മാർക്ക് മിസ്സായി പോരുത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം.
ഇനി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ് പ്രോഗ്രാം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതും വളരെ സിമ്പിളാണ്. പ്രോഗ്രാം ഷെഡ്യൂൾ എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം പ്രയർ, അതായത് നമ്മൾ ഒഫീഷ്യൽ ഫംഗ്ഷനാണ്, അപ്പോൾ അതിൽ പ്രയർ, സ്കൂൾ കൊയർ പ്രയർ പാടുന്നു. പിന്നെ വെൽക്കം സ്പീച്ച് ആരാണോ പറയുന്ന അയാളുടെ പേരും അയാളുടെ ഡെസിഗ്നേഷൻ കൊടുക്കുക. ഇപ്പോൾ ആളുണ്ട് മിസ്റ്റർ റെനിൽ, പ്രസിഡന്റ് ഇംഗ്ലീഷ് ക്ലബ്ബ്. ഇനാഗുറേഷൻ, നേരത്തെ നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ആരാണ്? റസുൽ പൂക്കുട്ടിയാണ്, ദ ഓസ്കർ വിന്നർ. പിന്നെ ഫിലിം സ്ക്രീനിങ്, നമ്മൾ 10:30 തൊട്ട് 1 മണി വരെ ഫിലിം സ്ക്രീൻ ചെയ്യുന്നു. അതിനുശേഷം ലഞ്ച് ബ്രേക്ക്, അതിനുശേഷം ഫിലിം സ്ക്രീനിങ് കണ്ടിന്യൂസ്, അത് 1:30 to 4:15. പിന്നെ ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ്, അത് ആരാണോ പറയുന്നത്? മിസ്റ്റർ രാഹുൽ, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. പിന്നെ നാഷണൽ ആന്തം. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഇത് എല്ലാത്തിലും ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പം നോട്ടീസിന് 2.5 മാർക്ക്, പ്രോഗ്രാം ഷെഡ്യൂളിന് 2.5 മാർക്ക്, അങ്ങനെ 5 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വേണം നിങ്ങൾ കമ്പോസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് 5 മാർക്ക് മേടിക്കാവുന്നതാണ്. ഇത് മിസ്സാക്കി കളയരുത് ആരും. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് അല്ലേ എങ്ങനെ നോട്ടീസ് എഴുതണമെന്നുള്ളത്? അപ്പോൾ നോട്ടീസ് പ്രോപ്പർലി എഴുതുക, മാർക്ക് മേടിക്കുക. അപ്പോൾ ഇനി ആർക്കും 5 മാർക്ക് മിസ്സാകരുത്. ഇനി അടുത്തത് നമുക്ക് ഈ ലെസണിൽ നമ്മൾ ഇനി ഒന്നുകൂടെ നോക്കാൻ പോകുന്നത് ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ നമ്മൾ കോൺവെർസേഷൻ എങ്ങനെ എഴുതണം എന്നൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളൊരു ചില സമയത്ത് നമ്മളോട് കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞ് മാത്രം ക്വസ്റ്റ്യൻ തരും. ചില സമയത്ത് ഇതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമുക്ക് തരും. അപ്പോൾ ഇവിടെ അലി ലോസ് സഹറ ഷൂസ് ഇൻ ദ വെജിറ്റബിൾ സ്റ്റോർ. ഹി റീച്ചസ് ഹോം. Given below is the conversation between Ali and his sister Sahara. Complete it. ഓക്കെ, ഇതാണ്. അപ്പോൾ അലിയുടെ കോൺവെർസേഷൻ ആണ്. ഓ സോറി, ഐ ആം എ ബിറ്റ് ലേറ്റ്. അപ്പോൾ സഹറ അവിടെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? സോറി, ഐ കുഡിൻ ബ്രിങ് ദം. ഓക്കെ, കുഡിൻ ബ്രിങ് ഇറ്റ്, യു ആർ ജോക്കിംഗ്. അവിടെ എന്താണ് വരേണ്ടതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഓക്കെ, സോറി സഹറ, ഐ വിൽ ടെൽ ദ ട്രൂത്ത്, ഐ ലോസ്റ്റ് ഇൻ ദി വെജിറ്റബിൾ സ്റ്റോർ. ഐ ഷാൽ ടെൽ ടു ദ പപ്പ. ഓക്കെ, പ്ലീസ് ഡോണ്ട് ടെൽ ഹിം ഇഫ് യു ടെൽ ഹിം. ഓക്കെ, വാക്യം എന്താണ്? ഹൗ വിൽ ഐ ഗോ ടു സ്കൂൾ ടുമാറോ വിത്തൗട്ട് ഷൂസ്? അലീസ് റിപ്ലൈ. ഇതാണ് കോൺവെർസേഷൻ. ഇതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് 4 കാര്യങ്ങളാണ് ഫില്ല് ചെയ്യുന്നത്. 4 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞേ. ഇപ്പോൾ സോറി, ഐ ആം ബിറ്റ് ലേറ്റ്. അപ്പോൾ അവൾ എന്തായിരിക്കും, സഹറ എന്തായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്? ഓക്കെ, പറഞ്ഞേ എല്ലാവരും. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. വേർ ആർ മൈ ഷൂസ്? ഇനി കുഡൻ ബ്രിങ് ഇറ്റ്, യു ആർ ജോക്കിംഗ്. അത് നമുക്ക് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് എഴുതാനുള്ളത്. ഓക്കെ, യു ആർ ജോക്കിംഗ് ഒരു സെൻറ്റൻസിൻ്റെ അവസാനമുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ എന്താണ്? ആറിൻ്റെ യു. ഓക്കെ, ഇനി അടുത്ത പ്ലീസ് ഡോണ്ട് ടെൽ മീ ഇഫ് യു ടെൽ ഹിം. ഇത് ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസ് ഇത് വരുന്നത് എന്താണ്? ഇഫ് യു ടെൽ ഹിം ഹി വിൽ സ്കോൾഡ് മീ. ഓക്കെ, ലാസ്റ്റത്തെ സൊല്യൂഷൻ പറയുന്നുണ്ട്. ഹൗ വിൽ ഐ ഗോ ടു സ്കൂൾ ടുമാറോ വിത്തൗട്ട് ഷൂസ്? ഓക്കെ, യു ക്യാൻ വെയർ മൈ സ്നിക്കേഴ്സ് അണ്ടിൽ യു ഗെറ്റ് എ ന്യൂ ഷൂസ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 രീതിയിലും കോൺവെർസേഷൻ എക്സാമിന് ചോദിക്കാം. ഇതിന് 4 മാർക്കാണ്. ചിലപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് തന്നെ കോൺവെർസേഷൻ മുഴുവനായിട്ടും കമ്പോസ് ചെയ്യാനായിട്ടാണ് പറയാം. അപ്പോൾ അതിന് 5 അല്ലെങ്കിൽ 6 മാർക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതാണ് ഒരു കോൺവെർസേഷൻ മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ഇത് കമ്പോസ് ചെയ്യേണ്ടതെന്ന്? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങളും പെർഫെക്റ്റ് ആയി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ലെസൺ നിങ്ങൾക്ക് പോയമാണ് ബ്ലോ ഇൻ ദ വിൻഡ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഓൾ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.